എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് +2 കെമിസ്ട്രിയിലെ 6ാമത്തെ ചാപ്റ്ററായ മെറ്റൽ എക്സ്ട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, മെറ്റൽസിന്റെ പ്രത്യേകത മെറ്റൽസ് ഹൈലി റിയാക്റ്റീവ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ മെറ്റൽസ് സാധാരണ ഭൂമിയിൽ കാണപ്പെടുന്നത് ഒന്നുകിൽ മെറ്റൽ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് മെറ്റലിന്റെ ഓക്സൈഡ് ഫോമിൽ കാണപ്പെടാം. ഓക്സൈഡ് അങ്ങനത്തെ ഒന്ന് രണ്ട് ഓക്സൈഡുകൾ കാണിക്കാം. Fe3O4 എന്നറിയപ്പെടുന്ന മാഗ്നറ്റൈറ്റ് എന്ന പേരുള്ള ഒരു ഓക്സൈഡ്, Fe2O3 എന്ന പേരിൽ അറിയപ്പെടുന്ന ഹെമറ്റൈറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു ഓക്സൈഡ്. ഇനി അതുപോലെ തന്നെ അന്തരീക്ഷത്തിലെ സൾഫറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമുക്കറിയാം സൾഫൈഡിന്റെ ഫോമിൽ കാണപ്പെടാം. അപ്പൊ മെറ്റൽസിന്റെ പ്രത്യേകത റിയാക്ടിവിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ അത് ഒന്നുകിൽ ഓക്സൈഡിന്റെ ഫോമിൽ കാണപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ സൾഫൈഡിന്റെ ഫോമിൽ കാണപ്പെടുന്നുണ്ട്. FeS2 അയൺ പൈറൈറ്റിസ് എന്നറിയപ്പെടുന്ന ആ കോമ്പൗണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം അത് അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്തിട്ട് കാർബണേറ്റിന്റെ ഫോമിൽ കാണപ്പെടാം. മറ്റ് ഫോംസിലും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമുക്കറിയാം പ്രധാനമായും മെറ്റൽസ് അതിന്റെ ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട്, ഹൈ റിയാക്ടിവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ മെറ്റൽസ് സാധാരണ 3 ഫോംസിൽ കാണപ്പെടാറുണ്ട്. ഒന്നുകിൽ ഓക്സൈഡിന്റെ ഫോമിലോ, മറ്റൊന്ന് സൾഫൈഡിന്റെ ഫോമിലോ, മറ്റൊന്ന് ഓക്സൈഡിന്റെ ഫോമിലോ കാണപ്പെടാറുണ്ട്. അപ്പൊ ഇങ്ങനെ കാണപ്പെടുന്ന ഈ പറഞ്ഞിരിക്കുന്ന ഫോംസിൽ നമ്മൾ സാധാരണ വിളിക്കുന്നത് മിനറൽ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടാണ്. മിനറൽ. അപ്പൊ മെറ്റൽസ് ഭൂമിയിൽ കാണപ്പെടുന്നത് മിനറലിന്റെ ഫോമിലാണ്. മിനറൽ. ഓക്കെ. മിനറലിന്റെ പ്രത്യേകത എർത്ത് ക്രസ്റ്റില് മെറ്റൽസ് കമ്പൈൻഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്നുണ്ട്. ഓക്സൈഡോ സൾഫൈഡോ കാർബണേറ്റോ ആയി കാണപ്പെടുന്നുണ്ട്. അതിനെ വിളിക്കേണ്ട പേരാണ് മിനറൽ എന്ന പേര് കൊണ്ട് പറയേണ്ടത്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മെറ്റൽ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ മിനറൽസും മെറ്റലർജിക്കൽ ഓപ്പറേഷന് വേണ്ടി, മെറ്റൽ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ പൊതുവെ നമുക്ക് മെറ്റലർജി എന്നൊരു വാക്കുകൊണ്ട് പറയാറുണ്ട്. മെറ്റലർജി. അപ്പൊ നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു വാക്ക് പറയും, മെറ്റലർജി. മെറ്റൽ എക്സ്ട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വാക്കുകളും ചേർത്തിട്ടാണ് മെറ്റലർജി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഈ മെറ്റലർജിക്കൽ പ്രോസസ്സിന് വേണ്ടി നമ്മൾ സാധാരണ ഈ മിനറൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ മിനറലിൽ നിന്നും ലാഭകരമായി എക്കണോമിക്കലായിട്ട് മെറ്റൽ ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ലാഭകരമായി എക്കണോമിക്കലായിട്ട് മെറ്റൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മിനറലുകളെ നമ്മൾ വിളിക്കുന്ന പേര് ഓർ എന്നൊരു പേര് കൊണ്ട് പറയണം. ORE. ഓക്കെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, മിനറൽസ് എല്ലാവരും തന്നെ ഓർ അല്ല, ഒരുപാട് മിനറൽസ് ഉണ്ടാവും. അതിൽ നിന്ന് ഒരെണ്ണത്തിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ആ സെലക്ട് ചെയ്യുന്നതിനെ വിളിക്കേണ്ട പേരാണ് ഓർ എന്ന് പറയേണ്ടത്. ഇനി സെലക്ഷന്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ അത് എക്കണോമിക്കലി ഇമ്പോർട്ടന്റ്, അതായത് ലാഭകരമായി എങ്ങനെ മെറ്റൽ ഉണ്ടാക്കാം എന്നതനുസരിച്ച് തന്നെയാണ് അവിടെ ഓർ സെലക്ട് ചെയ്യുന്നതെന്ന് ഓർമ്മിച്ചോണം. ഓക്കെ. ഇനി അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഈ ഓറിന്റെ കൂടെ അവിടെ പല ആവശ്യമില്ലാത്ത പല കോമ്പൗണ്ടുകളും കൂടെ ഇമ്പ്യൂരിറ്റി ആയിട്ട് കാണപ്പെടാറുണ്ട്. അങ്ങനെ ഓറിന്റെ കൂടെ അല്ലെങ്കിൽ മിനറലിന്റെ കൂടെ കാണപ്പെടുന്ന ഇമ്പ്യൂരിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേര് ഗാങ്സ് എന്ന് പറയാറുണ്ട്. GANGUE. ഗ്യാങ് എന്ന് പറയും, അല്ലെങ്കിൽ മാട്രിക്സ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ. പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ചാൽ നമുക്ക് 3 കൊച്ചു ഡെഫിനിഷൻസ് നമുക്ക് ഓർമ്മിക്കാനുണ്ട്. എന്താണ് മിനറൽ എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചാൽ പറയണം, മെറ്റൽസ് നമ്മുടെ എർത്തിന്റെ ക്രസ്റ്റിൽ കാണപ്പെടുന്നത് കാർബണേറ്റ് ഫോമിലോ സൾഫൈഡ് ഫോമിലോ ഓക്സൈഡ് ഫോമിലാണ് സാധാരണ. അങ്ങനെ കാണപ്പെടുന്ന ആ ഫോംസിനെ വിളിക്കേണ്ട പേരാണ് മിനറൽ എന്ന് പറയേണ്ടത്. ഈ എഴുതിയിരിക്കുന്ന എല്ലാം തന്നെ മിനറൽസിന് എക്സാമ്പിൾ ആണെന്ന് ഓർമ്മിക്കുക. അപ്പൊ എക്സാമ്പിൾ ചോദിച്ചാൽ ഇത് ഏത് വേണം എഴുതാം. FeCO3 സിഡറൈറ്റ്, FeS2 അയൺ പൈറൈറ്റിസ്, Al2O3 XH2 ബോക്സൈറ്റ്, സ്പാളറൈറ്റ്, ഇതെല്ലാം തന്നെ നമുക്ക് മിനറൽസിന്റെ എക്സാമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. ഇനി അതിൽ നിന്ന് തന്നെ നമുക്ക് എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന മിനറലിനെ വിളിക്കേണ്ട പേരാണ് ഓർ എന്ന് പറയുന്നത്. അപ്പോൾ ഓറിന്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ അവിടെ പറയേണ്ടത് എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയി കാണപ്പെടുന്ന മിനറലിനെ നമുക്ക് ഓർ എന്നൊരു വാക്കുകൊണ്ട് പറയാം. ഓറിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് അലുമിനിയത്തിന്റെ ഓർ ബോക്സൈറ്റിന്റെ ഫോർമുല Al2O3 XH2 എന്നോ അല്ലെങ്കിൽ Al2O3 2H2 എന്നൊക്കെ സാധാരണ പറയാറുണ്ട്. പിന്നെ സിങ്കിന്റെ ഓർ ഒരെണ്ണം, ഒരുപാട് ഓർസ് ഉണ്ട്, അതിലൊരെണ്ണം സ്പാളറൈറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന സിങ്ക് സൾഫൈഡ് അല്ലെങ്കിൽ സിങ്ക് ബ്ലെൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇസലിനസ്. ഇനി ലെഡിന്റെ ഓറായിട്ട് PbS, അതിന്റെ പേര് ഒരു ഗലീന എന്നറിയപ്പെടുന്ന ഒരു പേര് HgS, സിന്നബർ. അപ്പോൾ ഒരുപാട് ഓർസിന്റെ പേര് പറയുക. അതുപോലെ തന്നെ അയണിന്റെ ഓർ ഹെമറ്റൈറ്റ്, Fe2O3. അപ്പോൾ പിന്നെ ഓറിന്റെ ഡെഫിനിഷൻ ചോദിച്ചാൽ പറയണം എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ട് കാണപ്പെടുന്ന മിനറൽസ് ആണ്. അതിൽ നിന്ന് അതിന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയുക. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു സെന്റൻസ് ഉണ്ട്, എല്ലാ മിനറൽസും ഓർ ആണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം എല്ലാ മിനറൽസും ഓർ അല്ല. പക്ഷെ അതേസമയം
എല്ലാ ഓറുകളും മിനറലാണ്, ശരിയാണ്. അപ്പോൾ ഓറിനെ സെലക്ട് ചെയ്യുന്നത് മിനറൽസിൽ നിന്നാണെന്ന് ഓർമ്മ വേണം. ഓക്കെ, അപ്പൊ അങ്ങനെ വെച്ച് 3 ഡെഫിനിഷൻസ് അവിടെ ഓർമ്മിക്കുക. മിനറൽ എന്താണ്, ഓർ എന്താണ്, ഗ്യാങ് എന്താണെന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിയാം. അതിന് എക്സാമ്പിൾസ് കൂടെ അവിടെ പഠിച്ചിരിക്കുക. ശരി, അപ്പൊ ഇതിന് ശേഷം നമുക്ക് മെറ്റൽസ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് 5 സ്റ്റെപ്സ് ആയിട്ട് കാര്യങ്ങൾ പറയാം. അതിൽ സ്റ്റെപ്പ് 1 ക്രഷിംഗ് ആൻഡ് പൾവറൈസേഷൻ. അപ്പൊ അതിനകത്ത് പ്രത്യേകിച്ച് മെത്തേഡൊന്നുമില്ല, പൊടിക്കുക എന്ന അർത്ഥത്തിൽ ഒരു സ്റ്റെപ്പ് എന്ന രീതിയിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഒരു സീക്വൻസ് അല്ലെങ്കിൽ ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടി അവർ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ സ്റ്റെപ്പിൽ മെറ്റൽ ഉണ്ടാക്കാൻ വേണ്ടി ഓറിനെ സെലക്ട് ചെയ്തതിനു ശേഷം അതിനെ ഒന്ന് പൊടിച്ചെടുക്കുക എന്നുള്ളത് ക്രഷിംഗ് അല്ലെങ്കിൽ പൾവറൈസേഷൻ എന്നൊരു വാക്കുകൊണ്ട് പറയുന്നുണ്ട്. പൾവറൈസേഷൻ, പരുവപ്പെടുത്തിയെടുക്കുക. ഓക്കെ, അപ്പൊ മിനറൽസിൽ നിന്ന് ഓറിനെ സെലക്ട് ചെയ്തു, ഓറിന്റെ കൂടെ ഗ്യാങ്സ് ഉണ്ട്, അതിൽ നിന്ന് മെറ്റൽ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ക്രഷ് ചെയ്യുക, ആ പൗഡേർഡ് ഓറിനെ ഒന്ന് പൗഡർ ആക്കി എടുക്കുക, അതിനൊന്ന് പരുവപ്പെടുത്തി എടുക്കുക. ഓക്കെ, പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ സ്റ്റെപ്പ് 2 ഓറിന്റെ പ്യൂരിഫിക്കേഷൻ ആണ്. പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർ. അപ്പോൾ ഓറിനെ പ്യൂരിഫൈ ചെയ്യണം. നമുക്ക് എല്ലാവർക്കും അറിയാം ഓറിന്റെ കൂടെ ഗ്യാങ്സ് കാണപ്പെടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഓറിൽ നിന്ന് ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യുന്ന ആ സ്റ്റെപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർ എന്ന് പറയുന്നത്. ഓക്കെ, ശരി, നമുക്ക് ഇതുവരെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പെട്ടെന്ന് ഓർമ്മിക്കാം. അപ്പൊ ആദ്യം മിനറൽസ് നമ്മൾ സെലക്ട് ചെയ്തു, അതിൽ നിന്ന് എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു മിനറൽ സെലക്ട് ചെയ്തു, അതിനെ വിളിക്കേണ്ട പേര് ഓർ. ഇനി ഓറിന്റെ കൂടെ കാണപ്പെടുന്ന ഇംപ്യൂരിറ്റിയെ ഗ്യാങ്സ് എന്ന് പറയണം. ഗ്യാങ്സിനെ റിമൂവ് ചെയ്യുന്ന സ്റ്റെപ്പിനെ നമ്മൾ വിളിക്കുന്ന പേര് പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർ എന്നാണ്. പ്യൂരിഫിക്കേഷൻ ഓഫ് ഓറിന് ഡിഫറെന്റ് മെത്തേഡുകളുണ്ട്. ആ മെത്തേഡുകളെ പറ്റി നമുക്ക് സംസാരിക്കണം. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് 1 ക്രഷിംഗ് ആണ്. സ്റ്റെപ്പ് 2 പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർ ആണ്. പ്യൂരിഫിക്കേഷൻ ഓഫ് ഓറിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ 2-3 മെത്തേഡുകൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ABCD, നമുക്ക് 4 മെത്തേഡുകളോടെ പറയാം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പിലുള്ള 4 മെത്തേഡുകളെ പറ്റിയാണ് ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓരോന്നും പ്രത്യേകം ചോദ്യമാണെന്ന് ഓർമ്മിക്കാം. ഓക്കെ, ശരിയെങ്കിൽ നമുക്കൊരു കണ്ടീഷൻ, ഓർ ഹെവിയർ, കനം കൂടുതൽ, ഗ്യാങ് ലൈറ്റർ, കനം കുറവ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന മിക്സ്ചറിലേക്ക് നമുക്കറിയാം സിംപിളി വെള്ളം അങ്ങോട്ട് അടിച്ചാൽ അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ ഇതിനെ പൗഡർ ചെയ്തിട്ടാൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഓർ ഹെവിയർ ആയതുകൊണ്ട് ഓർ താഴോട്ട് അടിഞ്ഞു വരും. ഇമ്പ്യൂരിറ്റി ലൈറ്റർ ആയതുകൊണ്ട് ഇമ്പ്യൂരിറ്റി മുകളിലേക്ക് ഇങ്ങനെ വരുമെന്ന് ഓർമ്മിച്ചു വേണം. ഇങ്ങനെ ഈ കണ്ടീഷൻ, അതായത് ഹെവിയർ ഓർ പാർട്ടിക്കിൾസ് ഉള്ള ടൈപ്പ് ഓഫ് ഓറിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കിനെ നമ്മൾ വിളിക്കുന്ന പേര് ലെവിഗേഷൻ എന്ന് പറയാം. ലെവിഗേഷൻ, അല്ലെങ്കിൽ മറ്റൊരു പേര് അതിൽ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട് ഗ്രാവിറ്റി സെപ്പറേഷൻ എന്നോ അല്ലെങ്കിൽ വാഷിംഗ് വിത്ത് വാട്ടർ എന്നോ പറയാം. വിത്ത് വാട്ടർ. ഓക്കെ, അപ്പൊ പ്യൂരിഫിക്കേഷൻ ഓഫ് ഓറിന്റെ ഒരു മെത്തേഡാണ് ഇപ്പൊ സംസാരിച്ചത്. സിമ്പിൾ ആണ്. ലെവിഗേഷൻ എന്താണ്, അല്ലെങ്കിൽ ഗ്രാവിറ്റി സെപ്പറേഷൻ എന്താണ്, അല്ലെങ്കിൽ വാഷിംഗ് വിത്ത് വാട്ടർ എന്താണെന്ന് ചോദിച്ചിട്ട് ഒരു കാര്യം തന്നെയാണ് പറയേണ്ടത്. അവിടുത്തെ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ അവിടുത്തെ ഓർ പാർട്ടിക്കിൾസ് ഹെവിയർ ആയിരിക്കണം, ഇംപ്യൂരിറ്റി എന്നുള്ളത് ലൈറ്റർ ആയിരിക്കണം. സ്വാഭാവികമായിട്ടും ആ പൗഡേർഡ് ഓറിനെ വെള്ളത്തിലോട്ട് ഇടുന്ന സമയത്തോ അല്ലെങ്കിൽ സ്ട്രീം ഓഫ് വാട്ടറിലേക്ക് ഇടുന്ന സമയത്തോ ഇംപ്യൂരിറ്റി അല്ലെങ്കിൽ ഗ്യാങ്സ് ലൈറ്റർ ആയതുകൊണ്ട് സ്വാഭാവികം അത് വാഷ് ഓഫ് ചെയ്യും. ബാക്കി കിട്ടുന്നതെല്ലാം ഹെവിയർ ഓർ പാർട്ടിക്കിൾസ് ആണെന്ന് ഓർമ്മിക്കുക. അങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി മറ്റൊരു മെത്തേഡിലേക്ക് വരാം. അപ്പൊ അതിന്റെ പ്രത്യേകത ഓർ അല്ലെങ്കിൽ ഗ്യാങ് രണ്ടുപേരിൽ ആരെങ്കിലും ഒരാള് മാഗ്നറ്റിക്കലി ആക്റ്റീവ് ആയിരിക്കണം. മാഗ്നറ്റിക്കലി ആക്റ്റീവ്. ശരി, അപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ പറയുന്നു ഓർ മാഗ്നറ്റിക്കലി ആക്റ്റീവ് ആണ്, ഗ്യാങ് മാഗ്നറ്റിക്കലി ഇനാക്റ്റീവ് ആണെന്ന് വെച്ചു. അതായത് ഒരു കാന്തത്തിൽ വെച്ച് അട്രാക്ഷൻ കഴിവുള്ളത് ഇതിനകത്ത് ഓർ പാർട്ടിക്കിൾസിനായിരിക്കും, ഗ്യാങ്ങിന് അങ്ങനെയല്ല എന്ന് വെച്ചോ. ശരിയെങ്കിൽ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. 2 റോളേഴ്സ് എടുക്കുക. അതിനകത്ത് ഒരു റോളറിനകത്ത് മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. ഇതിനെ ഒരു ബെൽറ്റ് കൊണ്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഒരു ഹോപ്പറിലൂടെ ഇങ്ങനെ തട്ടാൻ വേണ്ടി, നമുക്ക് ശരിക്കും ഇത് ഇൻഡസ്ട്രിയൽ പ്രോസസ് ആണ്. അപ്പോൾ അത് ടൺ കണക്കിനൊക്കെ ഉണ്ടാക്കുന്ന സാധനമാണ്. അതിന് സിമ്പിൾ ആയിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിനകത്തേക്ക് ഓറും ഗ്യാങ്ങും ചേർന്ന മിക്സറിനെ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണം നമ്മുടെ ഉദ്ദേശം. അതിന് ഇതിനകത്ത് ഇടുക, അത് ബെൽറ്റിലേക്ക് വന്ന് വീണു. എന്നിട്ട് ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ബെൽറ്റ് കറങ്ങുന്നുണ്ട്. ബെൽറ്റ് കറങ്ങുന്ന സമയത്ത് ഓറും ഗ്യാങ്ങും രണ്ടുപേരും ഇതുവഴി പോകുന്നുണ്ട്.
പോയി ഇവിടെ എത്തുന്ന സമയത്ത് തൽക്കാലം ഇവിടെ ഓർ മാഗ്നറ്റിക്കലി ആക്റ്റീവ് ആയതുകൊണ്ട് അത് ശക്തമായി ഇങ്ങോട്ട് അട്രാക്ട് ചെയ്തിരിക്കും. അതേസമയം ഗ്യാങ് മാഗ്നറ്റിക്കലി ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് അത് ഇവിടെ വെച്ച് തെളിച്ച് ഇങ്ങോട്ട് വീഴാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഴുന്ന സമയത്ത് അത് ഓർ ഇങ്ങനെ പോകുന്നുണ്ട്, കൂടെ പോകുന്നുണ്ട്, ഇവിടെ വന്നിട്ട് അതിന്റെ കണക്ഷൻ വിടുന്നുണ്ട്, ഓർ ഇവിടെ വന്ന് വീഴും. ഓക്കെ, അപ്പൊ ഇങ്ങനെ അതായത് ഓറും ഗ്യാങ് ചേർന്ന മിക്സറിനെ അല്ലെങ്കിൽ ആ പൗഡേർഡ് ഓറിനെ ഇതിനകത്തൂടെ ഈ ഹോപ്പറിലൂടെ ഈ ബെൽറ്റിലേക്ക് ഇടുക. ബെൽറ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് റോളേഴ്സ് കറങ്ങുന്നത് കൊണ്ട് ഈ ബെൽറ്റിലൂടെ ഇങ്ങനെ നീങ്ങി വന്നിട്ട് പിന്നെ അത് ഇതിനകത്ത് മാഗ്നറ്റ് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അത് മാഗ്നറ്റിക്കലായിട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കുറച്ച് ദൂരം ഓർ കൂടെ പോകുന്നുണ്ട്, ഇമ്പ്യൂരിറ്റി ഇവിടെ വെച്ച് തന്നെ ഇങ്ങനെ വന്ന് വീണു. അങ്ങനെ രണ്ട് ഹീപ്പുകൾ ഓറിന്റെയും ഇമ്പ്യൂരിറ്റി ഹീപ്സ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇത് ഇമ്പ്യൂരിറ്റി ആണ്, ഇത് ഓർ ആണെന്ന് വെച്ചു. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ അതിൽ വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല, സിമ്പിൾ മെത്തേഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ മാഗ്നറ്റ് ഉപയോഗിച്ച് മാഗ്നറ്റിക്കലി ആക്റ്റീവ് ആയിരിക്കുന്ന ഓർ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി സെപ്പറേറ്റ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് സെപ്പറേഷൻ. ഓക്കെ, അവിടെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളോട് ചെറിയ പടം കൂടെ വരച്ച് നമുക്ക് പരീക്ഷയ്ക്ക് ഈസി ആയിട്ട് ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അവിടുത്തെ ഐഡിയ ഇത്രയേ ഉള്ളൂ, ഒന്നുകിൽ ഓർ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി മാഗ്നറ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതുപോലുള്ള കാര്യം നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ശരി, അപ്പൊ നമ്മൾ പഠിച്ചു വരുന്നത് മെറ്റൽ എക്സ്ട്രാക്ഷന്റെ വിവിധ പ്രോസസ്സുകളെ പറ്റിയാണ്. അപ്പൊ അതിനെ നമ്മൾ ഭൂമിയിൽ നിന്ന് മെറ്റലായിട്ട് കളക്ട് ചെയ്യാൻ കഴിയില്ല, കാരണം മെറ്റൽസ് ഹൈലി റിയാക്റ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മെറ്റൽസ് ഭൂമിയിൽ നിന്ന് കളക്ട് ചെയ്യണമെങ്കിൽ അത് മിനറലായിട്ട് മാത്രമേ കളക്ട് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു മെറ്റലിൽ നിന്ന് തന്നെ ഡിഫറൻറ്റ് മിനറൽസ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു മിനറലിനെ സെലക്ട് ചെയ്തു മെറ്റൽ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ മെറ്റലർജിക്കൽ ഓപ്പറേഷന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സെലക്ട് ചെയ്ത മിനറലിനെ നമ്മൾ വിളിക്കുന്ന പേര് ഓർ എന്നാണ്. ഓറിന്റെ കൂടെ കാണപ്പെടുന്ന ഇമ്പ്യൂരിറ്റിയെ പൊതുവെ നമ്മൾ ഗ്യാങ്സ് എന്നോ മാട്രിക്സ് എന്നോ അറിയപ്പെടുന്നുണ്ട്. ഇനി ഓറിൽ നിന്ന് മെറ്റൽ ഉണ്ടാക്കുന്ന ഡിഫറെന്റ് സ്റ്റെപ്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ പൊടിച്ചെടുക്കുക, ഓറിനെ പൊടിക്കുക. അതൊരു സ്റ്റെപ്പായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ക്രഷിംഗ് ആൻഡ് പൾവറൈസേഷൻ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ എത്തിയിട്ടുണ്ട്. സ്റ്റെപ്പ് 2ന്റെ പ്രത്യേകത പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർ ആണ്. അതായത് ഓറിന്റെ കൂടെ കാണപ്പെടുന്ന ഗ്യാങ്സിനെ റിമൂവ് ചെയ്യുന്ന സ്റ്റെപ്പാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അതിൽ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് മെത്തേഡുകളെ പറ്റിയാണ് സംസാരിച്ചു വരുന്നത്. അതിൽ ഒന്നാമത്തെ മെത്തേഡിന്റെ പ്രത്യേകത അതിന് ലെവിഗേഷൻ എന്നോ ഗ്രാവിറ്റി സെപ്പറേഷൻ എന്നോ വാഷിംഗ് വിത്ത് വാട്ടർ എന്നോ പറയാം. അവിടുത്തെ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഓർ കനം കൂടുതലും ഇമ്പ്യൂരിറ്റി കനം കുറവുമാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ലെവിഗേഷൻ വഴി അതായത് വെള്ളത്തിലേക്ക് സ്പ്രേ ചെയ്തിട്ട് അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഇനി ഓർ അല്ലെങ്കിൽ ഗ്യാങ് മാഗ്നറ്റിക്കലി ആക്റ്റീവ് ആണെങ്കിൽ അവിടെ മാഗ്നറ്റിക് സെപ്പറേഷനിലൂടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത മെത്തേഡിലേക്ക് അതായത് സ്റ്റെപ്പ് 2ൽ വരുന്ന പ്യൂരിഫിക്കേഷനിൽ വരുന്ന അടുത്ത മെത്തേഡിനെ പറ്റി പറയാം. അപ്പൊ അതിനുവേണ്ടി അതിന്റെ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചത് ഓർ എന്നുള്ളത് ലൈറ്റർ ആയിരിക്കണം, കനം കുറവായിരിക്കണം. അതേസമയം ഗ്യാങ് എന്നുള്ളത് ഹെവിയർ ആയിരിക്കണം. നേരത്തെ പറഞ്ഞതിന്റെ നേരെ തിരിച്ചുള്ള കാര്യം, ഓർ കനം കുറവാണ്. അപ്പൊ അങ്ങനത്തെ ഓർസ് എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കാണപ്പെടുന്ന സൾഫൈഡ് ഓറുകൾ, സിങ്ക് സൾഫൈഡ്, ലെഡ് സൾഫൈഡ് പോലുള്ള സൾഫൈഡ് ഓറുകളെല്ലാം തന്നെ ഈ കാറ്റഗറിയിൽ വരുന്നത്. ഇതെല്ലാം ചോദ്യമാണ്, ഓർത്തോണം. ശരി, ഇതെങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു ചെറിയ ടാങ്ക് എടുക്കുക. ടാങ്കിലേക്ക് ഒരു സോൾവെന്റ് അല്ലെങ്കിൽ വാട്ടർ ഇടുക. ഇതിനകത്തേക്ക് പൈൻ മരത്തിന്റെ പൈൻ ഓയിൽ ഇട്ടു. ഇനി ഇതിലേക്ക് നമുക്ക് എയർ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു അറേഞ്ച്മെന്റ്, എയർ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇതിന് ചെയ്യേണ്ട കാര്യം ഈ പൊടിച്ച ഓറിന്റെ പ്രത്യേകത കൂടെ ഗ്യാങ്സ് കൂടെ ഉണ്ട്. ഈ പൊടിച്ച ഗ്യാങ്ങും ഓറും ഉൾപ്പെടുന്ന ആ മിക്സറിൽ ഇതിലേക്ക് ഇട്ടു. ഇതിനുശേഷം എയർ അപ്പോൾ സാധനം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി എയർ അതിനകത്ത് പാസ് ചെയ്യുന്നുണ്ട്. പാസ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന സാധനം ഒന്ന് അജിറ്റേറ്റ് ചെയ്യും. അജിറ്റേറ്റ് അതായത് ഇളകും. അപ്പൊ ഇളകുന്ന സമയത്ത് ഈ പൈൻ ഓയിൽ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു പതയുണ്ടായി. പതയ്ക്ക് ഇംഗ്ലീഷിൽ നമ്മൾ ഫ്രോത്ത് എന്ന് പറയും അല്ലെങ്കിൽ ഫോം എന്ന് പറയും. ഓക്കെ, അപ്പൊ അവിടെ ഒരു പതയുണ്ടായി. ഇനി അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ മൂന്നാമത്തെ പ്രോസസ്സിനെ പറ്റി പറയുന്നു. അതിന്റെ കണ്ടീഷൻ ഓർ കനം കുറവായിരിക്കണം. ഇനി അങ്ങനത്തെ ഓർ എന്ന് വെച്ചാൽ സാധാരണ സൾഫൈഡ് ഓർസ് ആണ്, അല്ലെങ്കിൽ സൾഫൈഡ് ഓർസിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പൊ അതിനുവേണ്ടി ഒരു ടാങ്ക് എടുത്തു. ടാങ്കിനകത്ത് വാട്ടർ ഉണ്ട്. വാട്ടർ വിത്ത് പൈൻ ഓയിൽ.
ഇനി എയർ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, അതിനകത്തേക്ക് പൗഡേർഡ് ഓർ ആൻഡ് ഗ്യാങ്സ് ചേർന്ന് മിക്സഡ് അതിനകത്ത് ഇടുന്നുണ്ട്. ഇനി അതിനെ നമ്മൾ എയർ സർക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു അജിറ്റേഷൻ, ഒരു ഇളക്കം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്നത് കൊണ്ട് ഒരു ഫ്രോത്ത് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇനി ആ ഫ്രോത്തിലേക്ക് നോക്കുന്ന സമയത്ത് കനം കുറഞ്ഞ ഓർ പാർട്ടിക്കിൾ എല്ലാം ഈ ഫ്രോത്തിൽ കാണപ്പെടുന്നുണ്ട്. കനം കൂടിയ ഇമ്പ്യൂരിറ്റീസ് എല്ലാം, ഗ്യാങ്സ് എല്ലാം തന്നെ താഴോട്ട് അടിയുമെന്ന് ഓർമ്മിച്ചോളാം. അപ്പൊ ഇങ്ങനെ ഫ്രോത്ത് ഫ്ലോട്ട് ചെയ്യുന്ന ടെക്നിക്ക് ആയതുകൊണ്ട് ആ ടെക്നിക്കിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ടെക്നിക്ക് എന്ന് പറയണം. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ടെക്നിക്ക് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ മൂന്നാമത്തെ ടെക്നിക്കിന് പേരിട്ടിട്ടുണ്ട്, അത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ടെക്നിക്കാണ്. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ടെക്നിക്കിന്റെ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഓർ പാർട്ടിക്കിൾ ലൈറ്റർ ആയിരിക്കണം, ഗ്യാങ് പാർട്ടിക്കിൾ ഹെവിയർ ആയിരിക്കണം. ഇനി ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സിലൂടെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന ടൈപ്പ് ഓഫ് ഓർ എന്ന് ചോദിച്ചാൽ നമുക്ക് അവിടെ സൾഫൈഡ് ഓറുകൾ പറയണം. അത് 1 word ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി അതിന്റെ പ്രോസസ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഇവിടെ പൈൻ ഓയിലിന്റെ പ്രസൻസ് എന്തിനെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, പൈൻ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് അവിടെ ഫ്രോത്ത് ഉണ്ടായത്. ആ ഫ്രോത്തിനകത്താണ് ഓർ കാണപ്പെടുന്നത് ഓർമ്മിക്കണം. സോ പൈൻ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ഫ്രോത്ത് ഉണ്ടായിട്ടുള്ളത്, ആ ഫ്രോത്തിനകത്താണ് ഓയിൽ കാണപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എൻട്രൻസ് പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു സെന്റൻസ് ഇവിടെ എഴുതാറുണ്ട്, ഓർ ഈസ് വെറ്റഡ് ബൈ, നനയുന്നു, വെറ്റഡ് ബൈ ഓയിൽ. ഓയിൽ, ഓർ നനയുന്നത് ഓയിൽ കൊണ്ടാണ്, ഇമ്പ്യൂരിറ്റി നനയുന്നത് വാട്ടർ കൊണ്ടാണ് ഓർമ്മിക്കുക. അങ്ങനെ ഒരു സെന്റൻസ് കൂടെ, അങ്ങനെ ഒരു പോയിന്റ് കൂടെ അവിടെ എഴുതാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സാധാരണ ഇപ്പൊ സിങ്ക് സൾഫൈഡും സിങ്ക് കാർബണേറ്റും ചേർന്ന മിക്സറിനെ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന ചോദിച്ചാൽ അവിടെ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ വഴിയാണെന്ന് പറയണം. കാരണം സൾഫൈഡ് ഓറുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ടെക്നിക്ക് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണ്. ഇനി അതുപോലെ തന്നെ സിങ്ക് സൾഫൈഡും ലെഡ് സൾഫൈഡും ചേർന്ന ഒരു മിക്സർ ഉണ്ടെങ്കിലും അതിന്റെ ടെക്നിക്ക്, അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന, അതായത് സിങ്ക് സൾഫൈഡ്, 2 സൾഫൈഡ് ആണെങ്കിലും സിങ്ക് സൾഫൈഡിനെയും ലെഡ് സൾഫൈഡിനെയും വേർതിരിക്കാൻ, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ഉപയോഗിക്കാം. പക്ഷെ അതിനു മുമ്പ് ഈ പറഞ്ഞ മിക്സറിലേക്ക് ഒരു ഡിപ്രസന്റ്, ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഡിപ്രസന്റ് എന്നറിയപ്പെടുന്ന സോഡിയം സയനൈഡ് ചേർക്കണം. ഈ സോഡിയം സയനൈഡ് ചേർക്കുന്ന സമയത്ത് ഈ സോഡിയം സയനൈഡ് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും, സിങ്ക് സൾഫൈഡുമായി. അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾക്ക് ഫ്രോത്ത് ഫോം ചെയ്യാൻ കഴിയില്ല. ലെഡ് സൾഫൈഡിന് മാത്രമേ ഫ്രോത്ത് ഫോം ചെയ്യാൻ കഴിയുള്ളൂ എന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പൊ അവസാനം പറഞ്ഞ ഭാഗം ഇത്രയേ ഉള്ളൂ. അതായത് സിങ്ക് സൾഫൈഡും ലെഡ് സൾഫൈഡും ചേർന്ന് മിക്സറിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഏത് എന്ന് ചോദിച്ചാൽ അവിടെയും ഉത്തരം എന്ത് തന്നെയാണ്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ തന്നെയാണ്. ഇനി എങ്ങനെയാണ് ആ പ്രോസസ് എന്ന് ചോദിച്ചാൽ ആ മിക്സറിലേക്ക് ആദ്യം ഡിപ്രസന്റ് ആയ സോഡിയം സയനൈഡ് ചേർക്കുക. ഇനി സോഡിയം സയനൈഡിന്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ സോഡിയം സയനൈഡ് ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നു സിങ്ക് സൾഫൈഡുമായി. ഈ കോംപ്ലക്സ് ഫോം ചെയ്യുന്ന ആളിന് പിന്നെ ഫ്രോത്ത് ഫോം ചെയ്യാൻ കഴിയില്ല, പത ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പൊ പത ഉണ്ടാക്കാൻ കഴിയുന്നത് പിന്നെ ആർക്ക് മാത്രമേ ഉള്ളൂ? ലെഡ് സൾഫൈഡിന് മാത്രമേ ഉള്ളൂ എന്ന് ഓർമ്മിക്കുക. ഓക്കെ, അവസാനം പറഞ്ഞതിൽ നമുക്ക് ഈ ടെക്നിക്കായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ ഓർമ്മിക്കാം. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, അതിനകത്ത് ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ, അവിടുത്തെ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഓർ ലൈറ്റർ ആയിരിക്കണം, ഗ്യാങ് ഹെവിയർ ആയിരിക്കണം. ഇനി സൾഫൈഡ് ഓറുകൾ കോൺസെൻട്രേറ്റ് ടെക്നിക്കും ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണ്. ഇനി പ്രോസസ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ടാങ്കിലെ വാട്ടറിലേക്ക് പൈൻ ഓയിൽ മിക്സ് ചെയ്യുക, അതിനകത്തേക്ക് എയർ സർക്കുലേറ്റ് ചെയ്യുക. ഇനി അതിനകത്തേക്ക് പൗഡേർഡ് ഓർ ആൻഡ് ഗ്യാങ് ചേർന്ന മിക്സറിനെ അങ്ങോട്ട് ഇടുക. അതിനുശേഷം എയർ സർക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, അജിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫ്രോത്ത് ഡെവലപ്പ് ചെയ്യുന്നു. ഫ്രോത്തിന്റെ പ്രത്യേകത, ഫ്രോത്തിനകത്ത് ഓർ പാർട്ടിക്കിൾസ് കാണും. ഇനി അവിടെ ഒരു പോയിന്റ് കൂടെ ഓർമ്മിക്കുക, ഓർ ഈസ് വെറ്റഡ് ബൈ ഓയിൽ. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് വെച്ചാൽ അവിടെ ഡിപ്രസന്റ് റോൾ എന്താണെന്ന്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ പറയും സിങ്ക് സൾഫൈഡും ലെഡ് സൾഫൈഡും ചേർന്ന മിക്സറിനെയും ഫ്രോത്ത് ഫ്ലോട്ടേഷൻ വഴി നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അതിനു മുമ്പ് അതിന്റെ കൂടെ ഒരു ഡിപ്രസന്റ് ആയ സോഡിയം സയനൈഡ് ആഡ് ചെയ്യുക. സോഡിയം സയനൈഡിന്റെ പ്രത്യേകത, സോഡിയം സയനൈഡ് ഫോംസ് എ കോംപ്ലക്സ് വിത്ത് സിങ്ക് സൾഫൈഡ് ആൻഡ് പ്രിവെന്റ് ദി ഫോർമേഷൻ ഓഫ് ഫ്രോത്ത് ഫോം ചെയ്യാൻ കഴിയില്ല, മറ്റേ ആൾക്ക് മാത്രമേ ഫ്രോത്ത് ഫോം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്താണെന്ന് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഒക്കെ ഇതിനകത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് ഓർമ്മിക്കുക. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 2-ലുള്ള 3 പ്രോസസ്സുകളെ പറ്റി നമ്മൾ ഇതുവരെ മനസ്സിലാക്കി. ഇനി സ്റ്റെപ്പ് 2-ൽ വരുന്ന 4ാമത്തെ പ്രോസസ്സാണ്. അപ്പൊ അതിന്റെ പ്രത്യേകത, അത് സാധാരണ അലുമിനിയത്തിന്റെ ഓറായ ബോക്സൈറ്റ് പ്യൂരിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്. ബോക്സൈറ്റിന്റെ ഫോർമുല നമുക്ക് ഓർത്തിരിക്കാം, Al2O3 XH2 എന്ന് 2H2 എന്ന് പറയാം.
ഇനി ബോക്സൈറ്റ് നമ്മൾ സാധാരണ കാണപ്പെടുന്നത് അത് ക്ലേ പാർട്ടിക്കിൾസിലാണ്, കളിമണ്ണിലാണ് കാണപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബോക്സൈറ്റിന്റെ കൂടെ ഇമ്പ്യൂരിറ്റി ആയിട്ട് സിലിക്ക, മണൽ, SiO2, ടൈറ്റാനിയം ഡയോക്സൈഡ് ഒക്കെ സാധാരണ കാണപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഓർമ്മിക്കുക. ചെയ്യേണ്ട കാര്യം, സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന ബോക്സൈറ്റിനെ ഡിസോൾവ് ചെയ്യുക. ബോക്സൈറ്റ് ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് കൂടെയുള്ള സിലിക്കൺ ഡയോക്സൈഡ് മറ്റ് ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഈ പറഞ്ഞിരിക്കുന്ന സോഡിയം ഹൈഡ്രോക്സൈഡ് ഡിസോൾവ് ചെയ്യില്ല. ഒൺലി അലുമിനിയം ഓക്സൈഡ് മാത്രമേ ഇതിനകത്ത് ഡിസോൾവ് ചെയ്യുള്ളൂ എന്ന് ഓർമ്മിക്കുക. അങ്ങനെ കിട്ടുന്ന ആ സൊല്യൂഷൻ നമ്മൾ വിളിക്കുന്ന പേര് സോഡിയം അലൂമിനേറ്റ് എന്ന് പറയണം. അലൂമിനേറ്റ്. അപ്പോ കാര്യം ഇത്രയേ ഉള്ളൂ. ബോക്സൈറ്റ് പ്യൂരിഫിക്കേഷൻ ഉപയോഗിക്കുന്ന ടെക്നിക്കിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. ബോക്സൈറ്റ് ക്ലേ പാർട്ടികളിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ബോക്സൈറ്റിനകത്ത് തന്നെ നമുക്ക് മറ്റ് ഇമ്പ്യൂരിറ്റി, സാധാരണ മണൽ പോലുള്ള സിലിക്കൺ ഡയോക്സൈഡ് പോലുള്ള ഇമ്പ്യൂരിറ്റി വരാൻ സാധ്യതയുണ്ട്. പൗഡറുടെ ഓർമ്മ സോഡിയം ഹൈഡ്രോക്സൈഡിലേക്ക് ഡിസോൾവ് ചെയ്യുക. അങ്ങനെ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അലുമിനിയം ഓക്സൈഡ് മാത്രമേ അതിനകത്ത് ഡിസോൾവ് ചെയ്യുള്ളൂ. കൂടെ ഇമ്പ്യൂരിറ്റി ആയ സിലിക്കൺ ഡയോക്സൈഡ് ഒന്നും അവിടെ ഡിസോൾവ് ചെയ്യുന്നില്ല, അവിടെ താഴോട്ട് അടിഞ്ഞു കൂടും. ഇനി അങ്ങനെ കിട്ടുന്ന സൊല്യൂഷൻ നമ്മൾ വിളിക്കുന്ന പേര് സോഡിയം അലൂമിനേറ്റ് ആണ്. സോഡിയം അലൂമിനേറ്റ് പല ഫോർമുല ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് തന്നിരിക്കുന്നത് NaAlOH 4 ടൈംസ് എന്നാണ്. ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന സൊല്യൂഷനിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്യൂർ ആയിരിക്കുന്ന Al2O3 XH2 ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെ പ്യൂർ ആയിട്ട് കാണുന്ന, അതായത് ഇമ്പ്യൂരിറ്റി ഇല്ലാതെ കാണപ്പെടുന്ന Al2O3 XH2 നമ്മൾ വിളിക്കുന്ന പേര് പ്യൂർ അലൂമിന എന്ന് പറയും. അലൂമിന. ഓക്കെ. അപ്പൊ കാര്യം ഇത്രയേ ഉള്ളൂ, പ്രോസസ്സിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് നാലാമത്തെ ടെക്നിക്കിലേക്ക് വരാം. ഈ പറഞ്ഞിരിക്കുന്ന ടെക്നിക്കിനെ നമ്മൾ സാധാരണ വിളിക്കുന്നത് ലീച്ചിങ് എന്നൊരു പേര് ഉപയോഗിച്ച് പറയും. ലീച്ചിങ് അല്ലെങ്കിൽ ബേയേഴ്സ് പ്രോസസ് എന്ന് പറയും. അപ്പോ നാലാമത്തെ ടെക്നിക്ക് ലീച്ചിങ് അല്ലെങ്കിൽ ബേയേഴ്സ് പ്രോസസ് ആണെന്ന് ഓർമ്മിക്കുക. ശരി. അതിൽ എന്തൊക്കെ ഓർമ്മിക്കണമെന്ന് ചോദിച്ചാൽ അവിടെ ബോക്സൈറ്റ് പ്യൂരിഫിക്കേഷൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ലീച്ചിങ് എന്ന പ്രോസസ്. ലീച്ചിങ് പ്രോസസിന്റെ പ്രത്യേകത, ബോക്സൈറ്റിന്റെ കൂടെ കാണപ്പെടുന്ന ഇമ്പ്യൂരിറ്റി സാധാരണ സിലിക്കൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ്. ഇനി അതിനെ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡിനകത്ത് ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് അവിടെ അലുമിനിയം ഓക്സൈഡ് മാത്രം ഡിസോൾവ് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടുന്ന സൊല്യൂഷനെ വിളിക്കേണ്ട പേര് സോഡിയം അലൂമിനേറ്റ് എന്നാണ്. അതിന്റെ ഫോർമുല NaAlOH 4 ടൈംസ് എന്നാണ്. ഇനി അതിലേക്ക് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ പ്യൂർ അലുമിന കിട്ടുന്നു, ഇമ്പ്യൂരിറ്റി എല്ലാം താഴോട്ട് അടിയുന്നു എന്ന് ഓർമ്മിക്കുക. ഓക്കെ. ഈ ടെക്നിക്കിനെ വിളിക്കേണ്ട പേര് ലീച്ചിങ് എന്നാണ്. ഇനി ഇതൊരു കെമിക്കൽ മെത്തേഡ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കെമിക്കൽ മെത്തേഡ് എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന മെത്തേഡിനെ പറ്റി പറയണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇക്വേഷൻസ് നമുക്ക് അവിടെ ഓർമ്മിക്കാനുണ്ട്. ഒരു ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കി നമുക്ക് വളരെ സിമ്പിൾ ആണ്. ഇക്വേഷൻ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ആദ്യം Al2O3 XH2O പ്ലസ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഡിസോഡിയം പറഞ്ഞു NaOH കിട്ടുന്ന സൊല്യൂഷന്റെ ഫോർമുല അറിയാം. സിമ്പിൾ ആയിട്ട് അങ്ങ് എഴുതിയാൽ മതി. ഇക്വേഷൻ ബാലൻസ് ഒന്നും ചെയ്യേണ്ട. NaAlOH 4 ടൈംസ്. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ റെഡിയായി. രണ്ടാമത്തെ ഇക്വേഷൻ ഈ NaAlOH 4 ടൈംസിന്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ CO2 ഗീവ്സ് കിട്ടുന്ന സാധനം പ്യൂർ അലുമിന തന്നെ. സോ Al2O3 XH2O തന്നെ. ബൈ പ്രോഡക്റ്റ് വേണമെങ്കിൽ ഒന്ന് ഓർത്ത് എഴുതിക്കോ, സോഡിയം ബൈകാർബണേറ്റ് NaCO. രണ്ട് ഇക്വേഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഒരു ഇക്വേഷൻ കൂടെ തയ്യാറാക്കാം. ഇതിനെ Al2O3 XH2O ഹീറ്റ് ചെയ്യുന്ന സമയത്ത് Al2O3 ആയിട്ട് മാറ്റുന്നുണ്ട്. ഇക്വേഷൻ ഒന്നും ബാലൻസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഇക്വേഷൻസ് കൂടെ അവിടെ എഴുതി പഠിക്കാം. ഓക്കെ. അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യം പെട്ടെന്നൊന്ന് പറഞ്ഞത് അവസാനിപ്പിക്കാം. ഒന്നുകൂടെ ആദ്യം മെറ്റൽ എക്സ്ട്രാക്ഷനായിട്ട് ബന്ധപ്പെട്ട കാര്യം. മെറ്റൽ ഭൂമിയിൽ കാണപ്പെടുന്നത് കമ്പൈൻഡ് സ്റ്റേറ്റിലാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് മിനറൽ. ഈ മിനറലിന്റെ പ്രത്യേകത, മിനറലിന്റെ എക്സാമ്പിൾ കുറച്ച് പഠിച്ചു വയ്ക്കുക. ഈ മിനറലിൽ നിന്ന് എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഒരു മിനറൽ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഓർ. ഓറിന്റെ കൂടെ കാണപ്പെടുന്ന ഇമ്പ്യൂരിറ്റിയെ നമ്മൾ വിളിക്കുന്നത് പേര് ഗ്യാങ്സ്. ഇനി ഓറിൽ നിന്ന് മെറ്റൽ ഉണ്ടാക്കുന്ന ഡിഫറെന്റ് സ്റ്റെപ്സിനെ പറ്റിയാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ക്രഷിംഗ് ആൻഡ് പൾവറൈസേഷൻ. മെത്തേഡൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. രണ്ടാമത്തെ സ്റ്റെപ്പ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഓർ എന്നാണ്. അതിന്റെ ആശയം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഇമ്പ്യൂരിറ്റി റിമൂവ് ചെയ്യുക. അതിനെ നമ്മൾ 4 മെത്തേഡുകളെ പറ്റി പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ മെത്തേഡ് ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിറ്റിക് വാഷിംഗ് അല്ലെങ്കിൽ വാഷ്ഡ് വിത്ത് വാട്ടർ അല്ലെങ്കിൽ ഗ്രാവിറ്റി സെപ്പറേഷൻ. അതിന്റെ പ്രത്യേകത ഓർ എന്നുള്ളത് ഹെവിയർ ആയിരിക്കണം, അതാണ് കണ്ടീഷൻ. രണ്ടാമത്തെ മാഗ്നറ്റിക് സെപ്പറേഷൻ. മാഗ്നറ്റിക് സെപ്പറേഷന്റെ പ്രത്യേകത ഓർ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി മാഗ്നറ്റിക്കലി ആക്റ്റീവ് ആയിരിക്കണം. മൂന്നാമത്തെ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഫ്രോത്ത് ഫ്ലോട്ടേഷന്റെ പ്രത്യേകത സൾഫൈഡ് ഓറുകൾ കോൺസെൻട്രേറ്റഡ് ടെക്നിക്കാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഓർ എന്നുള്ളത് ലൈറ്റർ ആയിരിക്കണം, അത് മറ്റൊരു കണ്ടീഷൻ.
ഓർ ഈസ് വെറ്റഡ് ബൈ ഓയിൽ, ഓർ ഓയിൽ കൊണ്ട് നനയുന്നുണ്ട്. പിന്നെ പൈൻ ഓയിലിന്റെ കാര്യം, ഡിപ്രസന്റിന്റെ കാര്യം, ഡിപ്രസന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സോഡിയം സയനൈഡ് ആണ്. സോഡിയം സയനൈഡ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് സിങ്ക് സൾഫൈഡുമായിട്ടാണ്. അപ്പോൾ ഫ്രോത്ത് ഫോം ചെയ്യുന്നത് PBS ആണ്. അപ്പൊ അത്രയും പോയിന്റുകൾ അവിടെ ഓർമ്മിക്കുക. പിന്നെ അവസാനം പറഞ്ഞ മെത്തേഡ് ലീച്ചിങ് ആണ്. ലീച്ചിങ്ങിന്റെ മറ്റൊരു പേര് കെമിക്കൽ മെത്തേഡ് എന്നാണ്, അല്ലെങ്കിൽ ബേസ് പ്രോസസ് എന്നാണ്. അവിടെ ഓർമ്മിക്കേണ്ട കാര്യം, അവിടെ അലുമിനിയത്തിന്റെ ഓറായ ബോക്സൈറ്റ് പ്യൂരിഫിക്കേഷൻ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ഓർമ്മിക്കുക. സോഡിയം അലുമിനേറ്റ് എന്ന സൊല്യൂഷൻ അതിന്റെ ഫോർമുല. പിന്നെ അതിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുന്ന സമയത്ത് പ്യുവർ അലുമിനിയം കിട്ടുന്നുണ്ട്. പിന്നെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് കൂടെ അവിടെ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിന്റെ ഒന്നാമത്തെ ഭാഗം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് തൽക്കാലം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പിന്നെ ഇതിന്റെ ബാക്കിയുള്ള കാര്യം, മെറ്റൽ എക്സ്ട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.